ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാൻ സഹായിക്കുന്ന ഈ പാഠ്യപദ്ധതിയുടെ കഴിഞ്ഞ സെഗ്മെൻറ്റ്സ് കാണുവാൻ വേണ്ടി സർഗം അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ അതായത് എയുടെ ലെവൽ 2 എക്സസൈസിലേക്ക് കിടക്കുകയാണ്. ലെവൽ 2 എ ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് എഴുതാം. ഐ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. വെരി സിമ്പിൾ സെൻറ്റൻസ്. ഇത് നമ്മൾ പ്ലസ് ആയിരുന്നു ചെയ്യാറുണ്ട് എന്ന് പറയണം. ഇനി അത് തന്നെ നിഷേധിക്കുകയാണ്. കളിക്കാറില്ല എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്കിവിടെ ഈ സ്പെയർ പാർട്സിൻ്റെ ആവശ്യം വരിക. കാരണം ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഡു പ്ലേ ക്രിക്കറ്റ് എന്നാണ്. ഐ ഡു പ്ലേ, അതായത് കളിക്കുക തന്നെ ചെയ്യാറുണ്ട്, ഉറപ്പാണ്. ഡു വരുമ്പോൾ ഉറപ്പാണ്, സ്ട്രെസ് വരുന്നത്, ആക്ഷൻ ഒരു സ്ട്രെസ് വരണം. ഐ പ്ലേ ക്രിക്കറ്റ്. ഇല്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഐ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പർ. I play tennis. I don't play tennis. I work for 10 hours a day. I don't work for 10 hours a day. അല്ലേ? ചെയ്യാറുണ്ട്, ചെയ്യാറില്ല. I call him every day. I don't call him every day. ചെയ്യാറില്ല. I like ice cream. I don't like ice cream. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. അവിടെ പിന്നെ നമ്മൾ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് സെൻറ്റൻസ്. ഇത് നമ്മളൊരു യെസ് നോ പ്ലസ് ഒരു ചോദ്യം കൊണ്ടുവരണം. യെസ് നോ പ്ലസ് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം യെസ്സോ നോ ആയിരിക്കും. യെസ് നോ പ്ലസ്. ഡു ഐ, അപ്പോൾ നമുക്കവിടെ ഡു യു പ്ലേ ക്രിക്കറ്റ്? ഡു ഐ പ്ലേ ക്രിക്കറ്റ്? ഞാൻ എന്നോടനെ ചോദിക്കില്ല. ഞാൻ പതിവായി ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിൽ ഞാൻ എന്നോടനെ ചോദിക്കില്ല. അതായിരുന്നു നമ്മൾ ചോദ്യം ഇങ്ങനെയൊക്കെ. ഡു യു പ്ലേ ക്രിക്കറ്റ്? ഡു യു യെസ് ഓർ നോ? ഡു യു പ്ലേ ക്രിക്കറ്റ്? ഉണ്ടോ ശബ്ദം, ചോദ്യത്തിൻ്റെ അവസാനം ശബ്ദം മുകളിലേക്ക് വേണം. റൈസിങ് ഇൻറ്റോനേഷൻ എന്ന് പറയും. യെസ് നോ ക്വസ്റ്റ്യൻസിന് അങ്ങനെ വേണം. ഡു യു പ്ലേ ക്രിക്കറ്റ്? Don't you play cricket? കളിക്കാറില്ലേ? Yes or no? Minus. Don't you play cricket? കളിക്കാറില്ലേ? ഈ don't you play cricket എന്ന് പറയുമ്പോൾ കളിച്ചുകൂടെ എന്ന് പറയാം. It could be a suggestion, ഒരു suggestion, or maybe a piece of advice or something like that. കളിച്ചുകൂടെ? Don't you play cricket? ഞാനൊരു കുട്ടിയോട് ചോദിക്കും, ഡോണ്ട് യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? കാലത്ത് നേരത്തെ എൻ്റെ കൂടെ. ഡോണ്ട് യു ഡു യുവർ ഹോംവർക്ക് പ്രോപ്പർലി? ശരിക്കും പ്രോപ്പറായിട്ട് ഹോംവർക്ക് ചെയ്തുകൂടെ? അല്ലോ, അതിനങ്ങനെയും പറയാം. ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്? കളിക്കാറില്ലേ എന്ന് പറയും, കളിച്ചുകൂടെ. ദെൻ ഇവിടെ നമ്മൾ ഇനി WH ക്വസ്റ്റ്യൻസ്. ഹൂ പ്ലേസ് cricket in this class? ഈ ക്ലാസ്സിൽ ആരാണ് പതിവായി ക്രിക്കറ്റ് കളിക്കാറ്? ഉണ്ടോ? ആരാണ്? ആരൊരാൾ. ഹൂ പ്ലേസ് ക്രിക്കറ്റ് among your friends? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ. ഹൂ പ്ലേസ് ക്രിക്കറ്റ് among your cousins? നിങ്ങളുടെ കസിൻസിൻ്റെ ഇടയിൽ. ഹൂ പ്ലേസ് ക്രിക്കറ്റ് among your brothers? ബ്രദേഴ്സിന് എങ്ങനെ വേണമെങ്കിൽ. അതുകൊണ്ട് വെറുതെ ഹൂ പ്ലേസ് ക്രിക്കറ്റ് വെറുതെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവില്ല. ഇൻ ദിസ് ക്ലാസ് അപ്പോൾ ഒരു കുട്ടീൻ്റെ ഐ പ്ലേ ക്രിക്കറ്റ്. നാലാളെൻ്റെ വി പ്ലേ ക്രിക്കറ്റ് ഇൻ ദിസ് ക്ലാസ്. ഞങ്ങൾ പതിവായി കളിക്കാറുള്ളത് ഞങ്ങളാണ്. കേട്ടോ, ഹൂ പ്ലേസ് ഒരാളെന്ന് ചോദിക്കുന്നു. ഹൂ പ്ലേസ് ക്രിക്കറ്റ് ഇൻ ദിസ് ക്ലാസ്? ജോൺ പ്ലേസ് ക്രിക്കറ്റ്. Sohan plays cricket.
Then WH എന്ന് പറയുമ്പോൾ who, what, where, why, when, how എന്നൊരു ചോദ്യങ്ങളാണ് WH. What game do you play? What game do you play? Cricket is a game. So, what do you play? What game do you play? I play cricket. ഇതിൽ we, I, we, you, they ഇതിലൊക്കെ ഇതേപോലെ തന്നെ വരും. സോ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും? നമ്മുടേതായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പോലെ വേറെ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ആക്ഷൻ മാറ്റുക. ഐക്ക് വരം ബി, യു, ദേ, ഹി ഒരു പേരിടുക, ഒരാളുടെ പേരിടുക. ദെൻ do the exercise. I mean level 1 as well as level 2. level 1 ചെയ്യുക, level 2 ഇതേപോലെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. Now another example. Day. They were in UAE. Now, പറഞ്ഞു പോകാം നമുക്ക്. So, എഴുതുന്നില്ല. Minus. They don't work in UAE. Do they work in UAE? Yes or plus? Yes or no? Don't they work in UAE? Yes or no? Who work in UAE? In this village? Among your friends? Among your cousins? Among your brothers? Among your ladies? It could be anything. See? Who work in Dubai? The WH where do you work? In Dubai. In the same way, you can do the exercise. See? ആദ്യം നമ്മൾ മൈനസ് ആക്കുന്നു. യെസ് നോ പ്ലസ്, യെസ് നോ മൈനസ്, WH. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പാരന്റ് സെൻറ്റൻസ് നിന്ന് നമ്മൾ ഡോട്ടർ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യണം. ഹലോ, ഇതാണ് ലെവൽ 2 എക്സസൈസ്. ഒരെണ്ണം നോക്കാം. അത് ഞാൻ എഴുതില്ല. He buys fresh vegetable. He buys fresh vegetable. He doesn't buy fresh vegetable. I, we, you, they do, he, she does. Okay? He doesn't buy fresh vegetable. Does he buy fresh vegetable? വാങ്ങിക്കാറുണ്ടോ? Doesn't he buy fresh vegetable? വാങ്ങിക്കാറില്ലേ? Who buys fresh vegetable in your family? I buy, he buys, my brother buys, my sister buys. What does he buy? Fresh vegetables. ഒരു പാരന്റ് സെൻറ്റൻസിൽ നിന്ന് പരമാവധി സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഓരോ ടൂളും നമ്മൾ ഈ എക്സസൈസ് ചെയ്യും. ലെവൽ 1, ലെവൽ 2. ഇത് തന്നെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. തുടർന്നുള്ള വീഡിയോ സെഗ്മെൻറ്റുകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ സർഗം അക്കാഡമി സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.